നമസ്കാരം. വളച്ചു കെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളായിരുന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ആളുകളെല്ലാം ആ വാർത്തയിലൂടെ കടന്നുപോയവരാണ്. പക്ഷേ ആ വാർത്തയിൽ പോലും ചില തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാചകങ്ങൾ, അത് ഒരു പക്ഷേ ചില ആളുകളെ അത് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതുപോലെ ആ സന്തോഷിച്ച ആളുകളെ പോലെ തന്നെ ചില ആളുകൾക്ക് അത് വേദന സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ എന്നുള്ള ഒരു കാര്യം എടുത്തു പറയുകയാണ്. ആ കാരണം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വളച്ചു കെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഈ വിഷയം തിരഞ്ഞെടുക്കുന്നത്. കാരണം നമുക്കറിയാം, കോടതി രേഖകളെല്ലാം പരിശോധിക്കുമ്പോൾ ഗോവിന്ദ സ്വാമി എന്നാണ് അയാളുടെ പേര്. പക്ഷേ ഗോവിന്ദച്ചാമി എന്ന് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. ആരും അതിൻ്റെ ബ്രാക്കറ്റിൽ ഒന്നും ചേർക്കാറില്ല, പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വാചാലരാകാറില്ല, ചർച്ചകൾ നടത്തുന്നില്ല. പക്ഷേ ആ ആളുടെ പേര് ചാർലി തോമസ് എന്ന് എടുത്തു പറയുമ്പോൾ ചില വാചകങ്ങളിൽ അത് ചിലരെ കൃത്യമായി പരാമർശിക്കുന്നു, ചില അജണ്ടകളോടുകൂടി പരാമർശിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അത് ഓരോ പ്രാവശ്യവും കാണുമ്പോൾ അത് ആ വരികൾക്കിടയിലൂടെ വായിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു, അതിൽ ചില അർത്ഥങ്ങൾ ധ്വനിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നത്. അത് പല കോണുകളിലും സമൂഹത്തിൽ ചർച്ചകളായി, അത് പല ആളുകളും ഞങ്ങളുമായി പങ്കുവച്ചു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചത്, നിങ്ങളത് പുറത്തു കൊണ്ടുവരണം, കൃത്യമായി ഈ കേരളത്തിലെ ജനസമൂഹത്തോട് അത് വിളിച്ചു പറയണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഫാദർ സെബിൻ തൂമുള്ളിൽ, അദ്ദേഹം താമരശ്ശേരി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഡയറക്ടറാണ്, അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വളച്ചു കെട്ടാതെ എന്ന പ്രോഗ്രാമിൽ. അദ്ദേഹം വളച്ചു കെട്ടാതെ കൃത്യമായി ഇന്ന് നമ്മളോട് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് എന്താണ് വാസ്തവം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ഫാദർ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഫാദർ, സ്വാഗതം ഈ വളച്ചു കെട്ടാതെ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമെല്ലാം ഇതിനെക്കുറിച്ച് ചർച്ചകളായിരുന്നു. ഗോവിന്ദ സ്വാമി എങ്ങനെ ചാമിയായി, ചാമി എങ്ങനെ ഇതുപോലെ ഒരു ക്രിസ്ത്യൻ നാമത്തിലേക്ക് ചേക്കേറുന്ന സാഹചര്യമുണ്ടായി, എന്താണ് ഈ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അത് എങ്ങനെയാണ് ഫാദറിനത് തോന്നിയത്? ഞാൻ ഈ വാർത്ത ഇന്നലെ ആണല്ലോ, ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ രാവിലെ തൊട്ട് മാധ്യമങ്ങളിൽ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഏവർക്കും വിഷമം തോന്നിയൊരു കാര്യമാണ്. ഇത്രയും കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരാള് ജയിലിൽ ചാടുന്നു. പക്ഷേ ഭാഗ്യം എന്ന് പറയാം, ദൈവാനുഗ്രഹം എന്ന് പറയാം, വളരെ പെട്ടെന്ന് തന്നെ 3-4 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹത്തെ പിടിക്കാൻ കേരള പോലീസിന് സാധിച്ചു. അത്തരത്തിൽ കേരള പോലീസിനെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേൾക്കുന്ന ഒരു പേരാണ് ഈ ഗോവിന്ദച്ചാമി. പക്ഷെ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന പേര്, അതിന്റെ ഒരു മനോരമ ഓൺലൈനിൽ ഞാൻ ഒരു പോസ്റ്റർ കാണുകയാണ്. ഇതാണ് അത്, ഞാനത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. മനോരമ ഓൺലൈൻ വാണ്ടഡ്, നമ്മുടെ പോലീസുകാരൊക്കെ ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കുന്നത് പോലെ വാണ്ടഡ് ഗോവിന്ദച്ചാമി, ബ്രാക്കറ്റില് ചാർലി തോമസ്, കേസ് ബലാത്സംഗം കൊലപാതകം, ചാടിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്, സമയം ജൂലൈ 25, അറിയിക്കേണ്ട നമ്പർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഞാൻ പിന്നീട് അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വീണ്ടും ആബിദ് അടിവാരം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി ആരാണെന്ന് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ വിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ കേസ് എടുക്കപ്പെട്ട ആളാണെന്നൊക്കെ കേൾക്കുന്നു. പിന്നീട് മനസ്സിലാകുന്ന ഇദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സോഷ്യൽ മീഡിയ വക്താവായിട്ടാണ് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ എഴുത്തുകളെല്ലാം പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ എപ്പോഴും ഈ ക്രൈസ്തവ വിരുദ്ധത അതിശക്തമായിട്ട് നിഴലിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ആബിദ് അടിവാരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തമിഴ്നാട് പോലീസിന്റെ രേഖകളിൽ ഇയാളുടെ പേര് ചാർലി തോമസ് എന്നാണ്. ഒരാവശ്യമില്ലാതെ എന്തിനാണ് ഈ ആബിദ് അടിവാരം ഈ ചാർലി തോമസ് എന്ന പേര് ഈ ഗോവിന്ദച്ചാമി എന്ന് നമ്മൾക്ക് വിളികേട്ടിട്ടുള്ള ഈ വ്യക്തിയുടെ പേരിൽ ചാർത്തുന്നത് എന്നുള്ളത് എനിക്ക് കൗതുകം ജനിപ്പിച്ചു. അപ്പൊ ഞാന് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞാൻ ഇതിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചരിത്രം എടുത്ത് പരിശോധിക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഇതിന്റെ പിന്നിലോട്ട് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഗോവിന്ദച്ചാമിയുമായി ബന്ധപ്പെട്ട ഈ ബലാത്സംഗ കേസ് വരുന്ന ആരംഭ കാലഘട്ടത്തിൽ തേജസ് എന്ന് പറയുന്ന പത്രത്തിൽ ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന വ്യക്തിയെ ആകാശപ്പറവുകളുടെ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയും അവിടെ വന്ന് അന്തേവാസിയായിട്ട് അയാൾ താമസിക്കുകയും അവിടെ അയാൾ മതം മാറി
ചാർലി തോമസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിക്കപ്പെട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ അന്ന് ഈ വാർത്ത നൽകിയ ആൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റഹ്മത്തുള്ള എന്ന് പറയുന്ന റിപ്പോർട്ടറാണ്. ഇദ്ദേഹം ഈ വാർത്ത നൽകിയപ്പോൾ തന്നെ അതിന്റെ അകത്ത് ഒത്തിരി ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഈ ആകാശപ്പറവുകളുടെ കൂട്ടുകാർ, അതിന്റെ സ്ഥാപകനായിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികൻ അത് ജോർജ് കുറ്റിക്കലച്ചനാണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു ധ്യാനഗുരുവാണ്, വളരെ സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹം ആരംഭിച്ച ഫ്രണ്ട്സ് ഓഫ് ബേർഡ്സ് ഓഫ് ദ എയർ എന്ന് പറയുന്ന ഈ ആകാശപ്പറവുകളുടെ കൂട്ടുകാർ എന്ന ഈ സ്ഥാപനത്തിന്റെ പേര് തന്നെ തെറ്റായി പറഞ്ഞ് ഫ്രണ്ട്സ് ഓഫ് ബേർഡ് ഓഫ് ലൈ, FBF എന്ന് പറയുന്ന ഒരു പേരൊക്കെ ഇട്ട് ഇദ്ദേഹം ആകാശപ്പറവുകൾ ഈ ആളൂർ എന്ന് പറയുന്ന വക്കീലിന് കാശ് കൊടുത്ത് ഈ ഗോവിന്ദചാമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേസ് നടത്തുന്നു. അതോടൊപ്പം തന്നെ ആ ദിവസങ്ങളിലൊക്കെ ഇറങ്ങിയ വാർത്തകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ചാർലി തോമസിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയുമായി ആകാശപ്പറവകൾ. ഇങ്ങനെ ടൈറ്റിലോട് കൂടി ഇങ്ങനെ വാർത്തകളൊക്കെ ഈ തേജസ് പത്രത്തിൽ ആ ദിവസങ്ങളിൽ കുറെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് സുപ്രഭാതം പത്രം അത് ഏറ്റെടുത്തു. സുപ്രഭാതം പത്രത്തിലും ഇതുപോലെ വാർത്തകൾ അത് ശക്തമായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഈ ആബിദ് അടിവാരത്തിന് എന്താണ് ഇപ്പോൾ ഇതിന്റെ അകത്ത് ഇൻട്രസ്റ്റ്. കാരണം തേജസ് എന്ന് പറയുന്ന പത്രം SDPI എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വിങ് ഹാൻഡിൽ ചെയ്യുന്ന പത്രമാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അത് ശരിയാണോ എന്ന് പൊതുസമൂഹം വിലയിരുത്തിക്കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നത് തേജസ് പത്രത്തിന്റെ ആശയധാര അത് രൂപപ്പെടുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് ഗോവിന്ദചാമിയെ ഇങ്ങനെ ഒരു ചാർലിയാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ അവരുടെ താല്പര്യം എന്താണ്? ആ താല്പര്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കേരളത്തിലെ ക്രിസ്ത്യാനികൾ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നു. ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ മറവിൽ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് ഇവർക്കിത് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇതിന്റെ ഭാഗത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. അതങ്ങനെ വിചാരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഈ യഥാർത്ഥത്തിൽ ഇവരെന്താണോ അജണ്ടകളിൽ സെറ്റ് ചെയ്തു വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം, അത് ആദ്യം ഇതൊന്നും ചെയ്യാത്ത ഒരു സമൂഹത്തിന് മേൽ ആരോപിച്ചു നോക്കുക. അങ്ങനെ ക്രൈസ്തവ സമൂഹത്തെ ഒന്ന് പ്രതിസ്ഥാനത്തേക്ക് നിർത്താനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് എനിക്ക് തോന്നി. നമുക്കറിയാമല്ലോ, പിന്നീട് നമ്മൾ കാണുന്നുണ്ട് SDPI അതേപോലെ തന്നെയുള്ള സംവിധാനങ്ങളൊക്കെ അവരുടെയൊക്കെ ആശയധാരകൾ പലപ്പോഴും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സംവിധാനങ്ങളിലൂടെ ഏകദേശം ഒരു 300ഓളം ലവ് ജിഹാദ് കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ ലവ് ജിഹാദ് കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം, ഹൈക്കോടതികളിൽ ഈ പെൺകുട്ടിയെ സുരക്ഷിതമായിട്ട് ഹൈക്കോടതിയുടെ വളപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ തലയിൽ തൊപ്പിയിട്ടവരൊക്കെ ആയിട്ടുള്ള ഒത്തിരി ആളുകൾ സംഘം ചേർന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ 2-3-4 തവണ ഉണ്ടായിട്ടുണ്ട്. ഞാനത് പരസ്യമായിട്ട് പറയുന്നതിന്റെ കാരണം 1-2 തവണ ഇന്റലിജൻസ് റിപ്പോർട്ട് കോടതിയിലേക്ക് പോവുകയും യാതൊരു കാരണവശാലും ഈ പെൺകുട്ടിയെ ഇപ്പൊ പുറത്തേക്ക് ഇറക്കി വിടരുത്, അതൊരു സംഘർഷത്തിന് കാരണമാകും എന്ന് കണ്ട് ഈ കോടതിയുടെ നടപടിക്രമങ്ങൾ നീട്ടിവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ പേഴ്സണൽ ആയിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്, എനിക്കത് അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം രണ്ടാമതൊരു കാര്യം, ഇങ്ങനെയുള്ള കേസുകളിൽ പലപ്പോഴും ഹാജരായിട്ടുള്ള വക്കീലന്മാർക്കെല്ലാം ഈ ഇതേപോലെയുള്ള സംവിധാനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോ ഞാൻ ഇങ്ങനെ ഇതിനെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ആബിദ് അടിവാരത്തെ കൊണ്ട് വീണ്ടും ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നവരാണ്, അവരുടെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒക്കെ മതപരിവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വരുത്തി തീർക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട ഇവരുടെ ഈ ഉദ്ദേശത്തിന് പിന്നിലുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ ഈ 2016 സെപ്റ്റംബർ 17 ഏഷ്യാനെറ്റില് നമ്മളുടെ വിനു അദ്ദേഹം ഒരു ഡിബേറ്റ് സംഘടിപ്പിച്ചു. അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു: ആളൂരിന് പിന്നിൽ ആര്? ആകാശപ്പറവുകളോ? രണ്ടാമത് ഗോവിന്ദചാമിക്ക് വേണ്ടി, അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഗോവിന്ദ സ്വാമി എന്ന് തന്നെ ഉപയോഗിച്ചു. ഗോവിന്ദ സ്വാമിക്ക് വേണ്ടി ഹാജരായത് ആളൂർ എന്ന അഭിഭാഷകനാണ്. അതിന് പിന്നിൽ ആകാശപ്പറവുകൾ എന്ന ക്രിസ്ത്യൻ മിഷണറി സംഘടനയുണ്ടോ? അപ്പോൾ ഈ ചർച്ച ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാണ്, യൂട്യൂബിൽ ലഭ്യമാണ്. ഞാനത് മുഴുവൻ ഇരുന്ന് കേൾക്കുമ്പോൾ ഈ വിനു എന്ന് പറയുന്ന ഈ ഡിബേറ്റ് നടത്തുന്ന അദ്ദേഹം പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഡിബേറ്റിന്റെ ആവശ്യം വന്നത്? കാരണം സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് ഈ ആകാശപ്പറവുകൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ചാരിറ്റബിൾ സംവിധാനം
ആളൂരിനെ വിലക്കെടുത്തിരിക്കുന്നു. ഈ അതിന്റെ കാരണം ഇദ്ദേഹത്തെ ഇവർ മതപരിവർത്തനം നടത്തിയതാണ്. ആരെ? നമ്മളുടെ ഈ ഗോവിന്ദസ്വാമിയെ മതപരിവർത്തനം നടത്തിയതാണ് എന്ന തരത്തിൽ ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെ അതേപോലെ പത്രമാധ്യമങ്ങളിലൂടെ. അപ്പോൾ അന്ന് ഈ ഡിബേറ്റിന്റെ അകത്ത് ഡിബേറ്റിംഗിന് പ്രധാനമായിട്ടും അതിനകത്ത് പങ്കെടുത്ത ആളുകൾ ആരൊക്കെയായിരുന്നു ചോദിച്ചാൽ അഡ്വക്കേറ്റ് PA ശിവരാജൻ. അദ്ദേഹം ഈ ആളൂരിന്റെ കൂടെ ഈ കേസിന് അസിസ്റ്റന്റ് ആയിട്ട് നിന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ആകാശപ്പറവുകളുടെ തന്നെ ഒരു കോർഡിനേറ്റർ ആയിട്ടുള്ള ജോർജ് കണ്ണംപ്ലാക്കൽ അച്ഛൻ, പിന്നെ ഒരു കിരൺ തോമസ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ, അതോടൊപ്പം പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ഈ തേജസ് പത്രത്തിൽ നിരന്തരമായിട്ട് ഈ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന റഹ്മത്തുള്ള എന്ന് പറയുന്ന റിപ്പോർട്ടർ. പിന്നീട് ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഈ റഹ്മത്തുള്ളയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിന്റെയൊക്കെ അടിസ്ഥാനങ്ങളിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അപ്പോൾ റഹ്മത്തുള്ള പറയാണ്, ഈ വിഷയം നടന്നു കഴിഞ്ഞതിന്റെ കുറച്ചു ദിവസത്തിനുള്ളിൽ ഈ അച്ഛന്റെ നേതൃത്വത്തിൽ, നമ്മളുടെ കുറ്റിക്കൽ അച്ഛന്റെ നേതൃത്വത്തിൽ തൃശൂർ ഭാഗത്തു നിന്ന് ആകാശപ്പറവുകളുടേതായിട്ടുള്ള കുറെ ആളുകൾ ഈ സൗമ്യയുടെ വീട്ടിലേക്ക് വരികയും അവരോട് സംസാരിക്കുകയും അവർക്ക് ലഘുലേഖകൾ നൽകുകയും ഒക്കെ ചെയ്തു എന്ന് ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ തന്നെ വിനു എന്ത് ചെയ്യുന്നു? ഈ സൗമ്യയുടെ അമ്മ സുമതിയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുകയും ഈ സുമതിയോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ അവരതിനെ നഖശിഖാന്തം എതിർക്കുകയാണ്. അവർ പറയുകയാണ്, ആകാശപ്പറവയുടെ ഏതോ ഒരാളുകൾ കുറച്ചുപേര് ഒന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവർ പറഞ്ഞിട്ടില്ല. അവർ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്റെ മകള് ഇതുപോലെ ദാരുണമായിട്ട് മരിച്ചു കിടക്കുന്ന സമയത്ത് മനസാക്ഷിയുള്ള ആർക്കെങ്കിലും കേസുമായി ബന്ധപ്പെട്ടോ ഇത്തരം കാര്യങ്ങളോ സംസാരിക്കാൻ വരാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് അസംബന്ധമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് അവര് ഇതിനെ നിരാകരിക്കുകയാണ് റഹ്മത്തുള്ള. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഈ കുറ്റിക്കൽ അച്ഛനുമായിട്ട് ഫോണിൽ വിനു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുറ്റിക്കൽ അച്ഛനോട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ചെയ്തത്? എന്ന് പറയുമ്പോൾ റഹ്മത്തുള്ള പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. റഹ്മത്തുള്ള പറയാണ്, ഈ കുറ്റിക്കൽ അച്ഛന്റെ നേതൃത്വത്തിൽ ആകാശപ്പറവകൾ പല ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു. പല ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചതിൽ അദ്ദേഹം അതിനൊരു പേരൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ശാന്തി യാത്ര. ഈ ശാന്തി യാത്രയിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഇനി ഒരു ഗോവിന്ദച്ചാമി ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് ഈ ചാനൽ ചർച്ചയിൽ പറയുന്നത്. അപ്പോൾ ഈ കുറ്റിക്കച്ചൻ പറയുകയാണ്, ഞങ്ങൾ ഒരു യാത്ര കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നടത്തിയിരുന്നു, പക്ഷെ അതിന്റെ പേര് ശാന്തി യാത്ര എന്നായിരുന്നില്ല, മറിച്ച് നിർമ്മൽ ജ്യോതി പ്രയാണം എന്നായിരുന്നു എന്ന്. ഈ ഫാക്ച്വൽ എറേഴ്സ്, നമ്മളത് ഫാക്ച്വൽ എറേഴ്സ് എന്ന് തന്നെ നമ്മളത് വിലയിരുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്തുവെന്ന് ചോദിച്ചാൽ, ഇതിനെക്കുറിച്ചൊരു ചോദ്യം വരുമ്പോൾ കൃത്യമായിട്ടും ഞങ്ങൾ ഇതല്ല ഉദ്ദേശിച്ചത്, ഇവരെ അല്ല ഉദ്ദേശിച്ചതെന്ന് പറയാനുള്ള ഒരു എററും, അതെന്താ നമ്മളെല്ലാം മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണല്ലോ. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ മാധ്യമപ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ച് ഇത് എങ്ങനെയൊരു ഒരു നിയമപരമായിട്ടൊരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ കൃത്യമാണ്. അവരവിടെ കൊടുത്ത സ്ഥാപനത്തിൻ്റെ പേര് വ്യത്യസ്തമാണ്, പത്രത്തിൽ കൊടുത്ത സ്ഥാപനത്തിൻ്റെ പേര് ഡിഫറൻ്റ് ആണ്, അവർ കൊടുത്ത യാത്രയുടെ പേര് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ അന്നത്തെ ഇൻ്റർവ്യൂ അന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ അയാൾ പറയുന്നുണ്ട്, ഈ ആകാശപ്പറവുകളാണോ എന്ന് എനിക്കറിയത്തില്ല, വേറെ ഒരുപാട് ആകാശപ്പറവുകളുണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിൽ പറയുന്ന അച്ഛൻ്റെ പോലും പേര് വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ അതെല്ലാം പർപ്പസ്ഫുള്ളി ഫാബ്രിക്കേറ്റഡ് ആണെന്നല്ലേ. ഇതെല്ലാം കൃത്യമായിട്ടൊരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്തേക്കുന്നതാണ്. ഫാക്ച്വൽ എറേഴ്സ് നമ്മൾ വിളിക്കുമ്പോൾ അത് ഫാക്ച്വൽ എറേഴ്സ് അല്ല. അവർക്ക് യാത്രയുടെ പേര് ഡിഫറൻറ്റ്, ഇവരുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഡിഫറൻറ്റ്, അതിൻ്റെ കൊടുത്തേക്കുന്ന പേര് ഡിഫറൻറ്റ്, ഇതെല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ഇത് ഇന്നയാളാണെന്ന് പറഞ്ഞു വെക്കുകയും കൂടെ ചെയ്യണം. അത് വളരെ കൃത്യമായിട്ട് മോൾഡ് ചെയ്തെടുത്തേക്കുന്ന ഒരു വിദഗ്ധമായ കഥയാണത്. യെസ്, അതെ, അതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഏതായാലും ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു യാഥാർത്ഥ്യം. അത് പ്രേക്ഷകർ ആ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ അത് കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാക്കും, വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഇനി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരിക്കൽ ഈ തേജസ് പത്രവും ഈ സുപ്രഭാതവും ഒക്കെ പറഞ്ഞ ഇതേ കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ മനോരമ ഓൺലൈൻ ചാനൽ ഇത് ഏറ്റുപിടിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ അതിന്റെ പോഷക സംഘടനയായിട്ടുള്ള PFI ഒക്കെ നിരോധിക്കപ്പെട്ടതിന് ശേഷം ഇത്തരം തീവ്ര സ്വഭാവമുള്ള മത മൈത്രിയെ തകർക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളുമായിട്ട് പ്രവർത്തിക്കുന്നവർ ഈ മനോരമ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടാകാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ഞാൻ മനോരമയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങള് വളരെ സത്യസന്ധമായിട്ടാണ് വാർത്ത കൊടുക്കുന്നത്. പിന്നെ ആദ്യ കാലങ്ങളിൽ FIR-ൽ കണ്ട പേരുകളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങള് ഈ ചാർലി എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് വിചാരിക്കുകയാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഓക്കെ, ആദ്യ കാലങ്ങളിൽ ഒരു പക്ഷെ ഇങ്ങനെ പേര് നിങ്ങൾ കണ്ടിരിക്കാം, അതിന്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഗോവിന്ദസ്വാമി എന്ന് പറയുന്നയാള് പോലീസിന് നൽകിയ
ഫേക്ക് പേര് അതായിരുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കോടതി വിധികളിൽ, സെഷൻസ് കോടതിയും സുപ്രീം കോടതിയും ഹൈക്കോടതിയും അടക്കം വിധികളിൽ വളരെ കൃത്യമായി ഇദ്ദേഹത്തിന്റെ പേര് ഗോവിന്ദസ്വാമിയാണ് എന്ന് പറഞ്ഞ് സ്ഥിരീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾ പിന്നീട് എന്തിനാണ് വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല അത് ഞങ്ങൾ ആദ്യം തൊട്ടേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു അങ്ങനെ സമ്മതിക്കുന്നു. എങ്കിൽ കോടതി രേഖകളിൽ ഇത് ഗോവിന്ദചാമി അല്ല ഗോവിന്ദസ്വാമിയാണ്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നൽകുന്ന വാർത്തകളിൽ എന്തുകൊണ്ട് ഗോവിന്ദചാമി എന്നതിന് പകരം ഗോവിന്ദസ്വാമി ബ്രാക്കറ്റ് ചാർലി തോമസ് എന്ന് നിങ്ങൾ കൊടുക്കുന്നില്ല? അതിന് അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള പേര് ഗോവിന്ദചാമിയാണ്, അതുകൊണ്ട് അത് കൊടുത്തു. അപ്പോ ജനങ്ങൾക്കൊട്ടും സുപരിചിതമല്ലാത്ത ഈ ചാർലി തോമസിന്റെ പേര് എന്തുകൊണ്ട് ഇദ്ദേഹം കൊടുത്തു? ആ ചോദ്യത്തിന്റെ ഉത്തരം അവര് നമ്മളോട് പറയാൻ തയ്യാറായില്ല. അവര് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോടതിയിൽ പോയിക്കോളൂ എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതാണ് മനോരമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരം. രണ്ടാമത് വീണ്ടും ഞാൻ ഇതിന്റെ അകത്തൊരു വലിയൊരു അപകടം ഞാൻ കണ്ടത്, BJPയുടെ ഒരു മാധ്യമ സ്ഥാപനമാണ് ജനം TV. ജനം TVയിലൂടെ ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ചാർലി തോമസ് എന്ന് പറയുന്ന വ്യക്തി ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. മറ്റു മാധ്യമങ്ങളെല്ലാം ഗോവിന്ദചാമി എന്ന് പറയുമ്പോൾ ജനം TV മാത്രം ചാർലി തോമസ്. അപ്പോ ഈ സ്ഥിരമായിട്ട് ജനം TV കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിച്ച് കാണും ഗോവിന്ദചാമി അല്ല, പകരം ചാർലി തോമസ് ആണ് ജയിലിൽ ചാടിയത്. ഈ ചാർലി തോമസ് ആരാണ് അവിടെ ഉവേ എന്ന് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനം TVയിൽ ഇന്നലെ വൈകുന്നേരം ഒരു ഡിബേറ്റ് സംഘടിപ്പിച്ചത് തന്നെ ചാർലി തോമസിന്റെ ജയിൽ ചാട്ടം എന്ന ഒരു ടൈറ്റിലോട് കൂടിയിട്ടാണ്. അപ്പൊ വളരെ കൃത്യമായിട്ട് ഗോവിന്ദചാമി എന്ന് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പേരിന് പകരം ചാർലി തോമസ് എന്ന പേര് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ക്രൈസ്തവരെ സംരക്ഷിക്കാനായിട്ട് ഞങ്ങളാണ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മാധ്യമ സ്ഥാപനത്തിലൂടെ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട നടപ്പിലാക്കപ്പെടുന്നത്? എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചോദ്യം അതായിരുന്നു. ഞാനത് ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കേസിന്റെ ഒരു മധ്യഘട്ടം 2016 കാലഘട്ടത്തിലൊക്കെ വീണ്ടും ഈ കേസ് ചർച്ചയാവുന്ന സമയത്ത് ഈ ജനം TVയിൽ ഉടനീളം ഈ ചാർലി തോമസ് എന്ന പേര് അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതറിഞ്ഞപ്പോൾ ഞാൻ ജനം TVയിൽ കോണ്ടാക്ട് ചെയ്തു. ജനം TVയുടെ ആള് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് രേഖ അടക്കമുണ്ട്, അതിന്റെ അകത്തൊക്കെ ഇദ്ദേഹത്തിന്റെ പേര് ചാർലി എന്നാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് കോടതി രേഖകളിൽ ചാർലി എന്നാണെന്ന് പറയുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അവരെന്നിട്ട് നിങ്ങൾക്കിത് തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കേസ് കൊടുത്ത് ഇത് തെളിയിക്ക്, അത് കഴിയുമ്പോൾ ഞങ്ങൾ മാപ്പ് പറയാം. അപ്പോൾ ഒരു മാധ്യമ സ്ഥാപനങ്ങളുടെ സാധാരണക്കാർ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ധാർഷ്ട്യം എത്രമാത്രം വലുതാണെന്ന് ഉള്ള ചിന്തയിൽ നിന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്ന് തോന്നിയത്. ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ജനം TV ഇങ്ങനെ ചാർലി തോമസ് എന്ന ഒരു പേരെടുത്ത് പ്രൊവോക്കറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതിന്റെ കാരണം ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പേരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ കേരളത്തിലെ വലിയ ഒരു സമൂഹം, അത് മതേതര സ്വഭാവമുള്ള സമൂഹം, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ വലിയൊരു സമൂഹം, അതിനെ പ്രതിരോധിക്കാൻ, പ്രത്യേകിച്ച് ഇത്രയും കാലം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്തിരുന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം ക്രൈസ്തവ സമൂഹം അവർ തിരിച്ചറിയുകയാണ്, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് ഇടത് വലത് രാഷ്ട്രീയ സംവിധാനങ്ങൾ നിലകൊള്ളുകയാണ്. ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യത്തക്ക രീതിയിൽ അവരുടെ അവകാശങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. കൂടുതൽ പരിഗണനകളും അനധികൃതമായിട്ടുള്ള പരിഗണനകളും ഈ ഇത്തരം മതവിഭാഗങ്ങൾക്കായിട്ട് നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇത് തിരിച്ചറിയുന്ന ഒരു വലിയ വിഭാഗം ക്രൈസ്തവ സമൂഹം ഒരു പക്ഷേ ഇനി പിന്തുണ കൊടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം BJP ആണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനനുസരിച്ചുള്ള പല നീക്കങ്ങളും ചർച്ചകളും ഒക്കെ പലയിടങ്ങളിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. ഞാൻ വിചാരിക്കുകയാണ്, ക്രിസ്ത്യാനികൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തോട് അടുക്കരുത് എന്ന ചിന്ത പുലർത്തുന്ന തീവ്ര ഹൈന്ദവ സ്വഭാവമുള്ള വ്യക്തികൾ ഈ പറയുന്ന ചാനൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം മുന്നോട്ട് വെച്ച് ഒരു ഫേക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ഗോവിന്ദചാമിയെ ചാർലിയാക്കി മാറ്റി അതിലൂടെ ക്രൈസ്തവർക്ക് BJP സംവിധാനത്തോടൊക്കെ ഒരു എതിർവികാരം സൃഷ്ടിച്ച് ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം ഈ പറയുന്ന ചാനൽ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടോ എന്ന് ഈ പറയുന്ന ക്രൈസ്തവരെ ഞങ്ങൾ രക്ഷിക്കും എന്ന് പറയുന്ന, കേരളത്തിലെ ക്രൈസ്തവരെ രക്ഷിക്കും എന്ന് പറയുന്ന BJP നേതൃത്വം ചിന്തിക്കണം. അങ്ങനെ ശാസിക്കുകയോ അവരെ തിരുത്തുകയോ ചെയ്യുകയും ഇത് തെറ്റാണ് എങ്കിൽ ഇത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് മാപ്പ് പറയാൻ
ഈ ചാനലിന്റെ ആളുകൾ തയ്യാറാവുകയും ചെയ്യുന്നില്ലെങ്കിൽ ക്രൈസ്തവർ ഇവരുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഇതിന്റെ അകത്തെ ശരികൾ എന്താണ്, തെറ്റുകൾ എന്താണെന്ന് ഞാനൊന്ന് പറയാം. ഇന്നലെ ഷക്കീന ചാനൽ ഓൾറെഡി ഈ ഒരു വിഷയം സംസാരിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോലീസ് ഇന്നലെ പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസാണിത്. ഇത് ഇന്നലെ പുറപ്പെടുവിച്ച പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസിൽ വളരെ കൃത്യമായിട്ട് അഡ്രസ് കൊടുത്തിരിക്കുകയാണ്. ഗോവിന്ദസ്വാമി, കേസ് നമ്പർ 46, അക്യൂസ്ഡ് ഇൻ സൗമ്യ മർഡർ കേസ്, വാസ് എസ്കേപ്ഡ് ഫ്രം സെൻട്രൽ പ്രിസൺ കണ്ണൂർ ടുഡേ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദസ്വാമി എന്നാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒന്ന് സെഷൻസ് കോടതിയിൽ നടന്ന വിധി പ്രസ്താവം, ഹൈക്കോടതിയിൽ നടന്ന, കേരള ഹൈക്കോടതിയിൽ നടന്നത്, സുപ്രീം കോടതിയിൽ നടന്നത്, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അക്യൂസ്ഡിന്റെ പേര് ഗോവിന്ദസ്വാമി സൺ ഓഫ് അറുമുഖൻ, റിസൈഡിങ് അറ്റ് ഐവത്തിക്കുടി, തമിഴ്നാട് എന്ന് പറയുന്ന രീതിയിലാണ്. ഇത് തന്നെയാണ് നമ്മൾ ഹൈക്കോടതിയുടെ വിധിയിലും കാണുന്നത്, സുപ്രീം കോടതിയുടെ വിധിയിലും കാണുന്നത്. ഇത് ഇന്നലെ ഷക്കീനയിൽ നമ്മൾ പുറത്തുവിട്ട ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ പരമോന്നത കോടതി, കേരളത്തിന്റെ പരമോന്നത കോടതി, ഡിസ്ട്രിക്ട് കോടതികൾ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി നിർണയിക്കാൻ എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യങ്ങളാണോ ഐഡന്റിറ്റി ആയിട്ട് നിർണയിക്കുക? അല്ലല്ലോ. എന്തുകൊണ്ട് കോടതി ഗോവിന്ദചാമി എന്ന് എഴുതിയില്ല, മറിച്ച് ഗോവിന്ദസ്വാമി എന്ന് എഴുതി? ഈ രാജ്യത്ത് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി നിർണയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ കൃത്യമായിട്ട് പരിശോധിക്കാതെ പോലീസോ കോടതിയോ, പ്രത്യേകിച്ച് സുപ്രീം കോടതി പോലെയുള്ള പരമോന്നത നീതിപീഠം ഒരിക്കലും ഒരു വ്യക്തിയെ ഫേക്ക് ഐഡന്റിറ്റിയിലൂടെ ഒരു വിധി പ്രസ്താവം നടത്തിയല്ല. അത് സത്യമാണല്ലോ, അത് വ്യക്തമാണ്. ഇനി കൂടുതൽ തെളിവ് ഇത് നമ്മൾ പറഞ്ഞേ തീരൂ. പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പാരഗ്രാഫ് 232 PW 63 പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ, ഇദ്ദേഹം ഈ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ വിളിച്ചപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, കോടതി രേഖകളിൽ ഇദ്ദേഹത്തിന്റെ പേര് ചാർലി എന്ന് കാണുന്നു. എന്താണ് ഇതിന്റെ പിന്നിലെ വാസ്തവം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ PW 63 പറയുന്ന സ്റ്റേഷൻ ഉദ്യോഗസ്ഥൻ, പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യം ഇതാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ, അതുമായി മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഇയാളെ കണ്ടുകിട്ടി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇയാൾ പറയാണ്, ഹി ഗേവ് ഹിസ് നെയിം ആൻഡ് അഡ്രസ് ആസ് ഗോവിന്ദസ്വാമി അറ്റ് ചാർലി, പിന്നെ സൺ ഓഫ് അറുമുഖം. അപ്പോ ഇദ്ദേഹത്തിന്റെ പേര് ചാർലി എന്ന്, ഗോവിന്ദസ്വാമി ആയ ചാർലി എന്ന് തങ്ങളോട് ഈ ഗോവിന്ദസ്വാമി പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട, ഗോവിന്ദചാമി അല്ല, ഗോവിന്ദസ്വാമി ആയ ചാർലി എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ പോയിന്റ് വളരെ പ്രധാനമായിട്ട് ഓർക്കണം. വീണ്ടും 233 പാരഗ്രാഫില് PW 81, അത് ചെറുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലെ CI ആണ്. അദ്ദേഹം നൽകുന്ന കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഹി ഫോർണിഷ്ഡ് ഹിസ് നെയിം ആസ് ചാർലി ആസ് വെൽ ആസ് ഗോവിന്ദസ്വാമി. അതായത് പോലീസിനോട് ഇയാൾ പറയുന്നത് എന്റെ പേര് ചാർലി എന്നാണ്, ഇടയ്ക്ക് ഗോവിന്ദസ്വാമി എന്ന് പറയുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ് PW 81, അത് ഈ ഗോവിന്ദസ്വാമി യഥാർത്ഥത്തിൽ ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു സംഘം തമിഴ്നാട്ടിലേക്ക് പോവുകയും അവരവിടെ അന്വേഷണം നടത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയ റിപ്പോർട്ടിൽ അവർ കോടതിയിൽ പറയുകയാണ്, ദ സെറ്റ് ഡീറ്റെയിൽസ് ഫോർണിഷ്ഡ് ബൈ ദ അക്യൂസ്ഡ് വെർ ഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർലി എന്ന പേര് തെറ്റാണെന്ന് കോടതിയിൽ ഈ അന്വേഷണ സംഘം കൃത്യമായിട്ട് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഹി ഫോർണിഷ്ഡ് ഹിസ് നെയിം ആൻഡ് അഡ്രസ് ആസ് ഗോവിന്ദസ്വാമി, ഏജ്ഡ് 30, എന്നിട്ട് അത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പറയാണ്, ഈ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേര് ഗോവിന്ദസ്വാമിയാണ് എന്ന കാര്യം ശരിയാണ്. ഇത് കോടതിയിൽ സമർപ്പിച്ച രേഖയാണ്. പിന്നീട് നമ്മൾ PW 47 ഡോക്ടർ ഹിതേഷ് ശങ്കർ, ഇദ്ദേഹത്തെ ഈ ഗോവിന്ദസ്വാമിയെ എക്സാമിൻ ചെയ്ത ആളാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഗോവിന്ദസ്വാമിയാണെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് രേഖകളിൽ കാണുന്നു. വീണ്ടും 250 പാരഗ്രാഫിൽ നമ്മൾ കാണുന്നുണ്ട്, accused gave his name as Govindaswamy, his age as 30, and also voluntarily narrated the history that he pursued out of victim from the Ernakulam Shornur passenger train. എന്ന് പറഞ്ഞാൽ അവസാനം ഇയാൾ കുറ്റസമ്മതം നടത്തുകയാണ്, എന്റെ പേര് ഗോവിന്ദസ്വാമി എന്നാണ്, എനിക്ക് 30 വയസ്സുണ്ട്, ഞാനാണ് ഈ കുറ്റം ചെയ്തത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, കോടതി രേഖകളിൽ ആദ്യം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് താൻ ചാർലിയാണ് എന്ന് പറഞ്ഞ ആ ഭാഗം അർത്ഥസത്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ പേര് ഗോവിന്ദചാമി എന്ന് തെറ്റിദ്ധരിപ്പിച്ച്, ഗോവിന്ദസ്വാമിയെ ഗോവിന്ദചാമി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചാർലി എന്ന ഒരു ഫേക്ക് പേരിനെ അയാളുടെ ഐഡന്റിറ്റി ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ കോയമ്പത്തൂർ പോലീസിന്റെ രേഖകളിൽ ഇദ്ദേഹത്തിന്റെ പേര് ചാർലി എന്ന് കാണുന്നുണ്ടെന്നാണ്.
ഈ ഈ രേഖ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള നമ്മളുടെ ഷക്കീനയിലെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. 407ാമത്തെ പാരഗ്രാഫിൽ PW83 കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, സബ് ഇൻസ്പെക്ടർ, അതായത് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഓഫ് ട്രിവാൻഡ്രം, അതായത് സബ് ഇൻസ്പെക്ടറിന്റെ ഒരു രേഖയായിട്ട് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളിൽ പറയാണ്, ഈ ഗോവിന്ദ സ്വാമി എന്നയാള് തമിഴ്നാട് പോലീസിന്റെ റെക്കോർഡ്സിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ശിക്ഷിക്കപ്പെട്ട കേസുകളിൽ അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നെയിം ഓഫ് ദ കൺവിക്ട് ഈസ് കൃഷ്ണൻ അറ്റ് രാജ. അപ്പം കൃഷ്ണനും രാജനുമായിട്ട് ഇയാള് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പലരെയും. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് രമേശ് അറ്റ് രാജ, പുന്നസ്വാമി അറുമുഖൻ അറ്റ് അറുമുഖൻ. അപ്പോ രമേശ്, രാജ, അറുമുഖൻ, പിന്നെ എന്താണ്, പിന്നെ കൃഷ്ണൻ, അങ്ങനെ ഒത്തിരിയേറെ ദൈവനാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ തന്നെ മഹത്വവൽക്കരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതായത് ഫേക്ക് ഐഡന്റിറ്റി നിരന്തരമായിട്ട് പോലീസിന് മുൻപിൽ ഇയാളൊരു പക്ക ഫ്രോഡാണ്, പക്ക ക്രിമിനൽ ആണ്, ഫേക്ക് ഐഡന്റിറ്റി ഇദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ഇനി ഇയാളൊരു പക്ക ഫ്രോഡാണ്, ക്രിമിനൽ ഒഫൻസിന്റെ അങ്ങേയറ്റമുള്ള ആളാണെന്നുള്ളതിന് മറ്റൊരു തെളിവ് കൂടിയുണ്ട്. ഇതിനോട് ചേർത്ത് ഒരു കാര്യവും കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ 2016 സെപ്റ്റംബർ 17 ഏഷ്യാനെറ്റിൽ നടത്തുന്ന ഡിബേറ്റിൽ വിനു ബി ജോൺ അന്ന് ആളൂരിന്റെ കൂടെ കേസ് വാദിച്ചിരുന്ന അഡ്വക്കേറ്റ് ശിവരാജനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആളൂരിന്റെ പിന്നിൽ ആകാശപ്പറവുകളാണോ? അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഉത്തരം, ഈ വക്കീൽ പറയുന്ന ഉത്തരം വളരെ പ്രസക്തമാണ്, ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. ഈ ആളൂർ കുറെ നാൾ കേരളത്തില് അദ്ദേഹത്തിന്റെ നിയമപ്രവർത്തനങ്ങളൊക്കെ നടത്തി, വക്കീലായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം മഹാരാഷ്ട്രയിലേക്ക് ഇദ്ദേഹം പോയി. പിന്നീട് ദീർഘവർഷക്കാലം മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം ഈ വക്കീൽ വൃത്തി നടത്തിയത്. അവിടെ നടത്തിയ കേസുകളിൽ പ്രതികളുമായിട്ടുള്ള ബന്ധം മുഖേന ഈ ഗോവിന്ദസ്വാമിയുടെ കേസ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എത്തുകയും, അതെങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മലയാളി ആയിട്ടുള്ള ഒരു വക്കീലിനെ വേണമായിരുന്നു. അങ്ങനെ മലയാളി ആയിട്ടുള്ള ഒരു വക്കീലായി ഈ മഹാരാഷ്ട്രയിലെ ക്രിമിനൽ ആയിട്ടുള്ള കുറെ ആളുകളാണ് ഈ പറയുന്ന ആളൂരിന് ഈ കേസ് ഏൽപ്പിക്കുന്നത് എന്ന് ഈ ശിവരാജൻ വക്കീൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പൊ വിനു വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പൊ ആകാശപ്പറവുകൾ ഇതിനകത്ത് ഫണ്ട് ചെയ്തെന്ന് പറയുന്നു. ആകാശപ്പറവുകളുമായിട്ട് ഇതിനൊരു ബന്ധമില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഈ ആളൂരിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള വക്കീല് പ്രസ്താവിക്കുകയും ചെയ്യാണ്. ഞാനും ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു അജണ്ട വളരെ വ്യക്തമാവുകയാണ്. അജണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ സമാധാന കാംക്ഷികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ സമാധാന കാംക്ഷികളായിരിക്കുന്നത്? അത് അവർ വായിക്കുന്ന ബൈബിളിന്റെ ഗുണമാണെന്ന് ഇവിടുത്തെ പൊതുസമൂഹം കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. ആ ബൈബിളിലാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ പോലും പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച, അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിട്ടുള്ള ക്രിസ്ത്യാനികൾ അക്രമകാരികളല്ല, അവർ അക്രമങ്ങൾ ചെയ്യുന്നവരല്ല. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒത്തിരി സമരങ്ങൾ നടത്തുന്നവരാണ് ഞങ്ങൾ സമരം നടത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ സമാധാനമാണ്. കാരണം ക്രൈസ്തവർ അക്രമത്തിന്റെ പാത സ്വീകരിക്കില്ല. ക്രൈസ്തവ സംവിധാനങ്ങൾ നടത്തുന്ന സമരങ്ങളിലൊന്നും അക്രമം ഉണ്ടായില്ല എന്ന് അവർക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യാനികൾ ഇവരെ പോലെ, അതായത് ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള തീവ്ര ഹൈന്ദവരെ പോലെയും തീവ്ര മുസ്ലിങ്ങളെ പോലെയും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം, പൊളിറ്റിക്കൽ ഹിന്ദുയിസം ഇതിന്റെ വക്താക്കളെ പോലെ തന്നെ ക്രിസ്ത്യാനികളും ഈ ഭീകരവാദികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. ഇതിനോട് കൂട്ടിച്ചേർത്ത ഒരു കാര്യം കൂടെ പറയാം. ഈ കളമശ്ശേരിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്, 2-3 വർഷമായിട്ടുള്ളൂ, യഹോവ സാക്ഷികളുടെ ഒരു ധ്യാന പ്രോഗ്രാമിലേക്ക് മാർട്ടിൻ എന്നു പേരുള്ള യഹോവ സാക്ഷിക്കാരനായിട്ടുള്ള ഒരാൾ കടന്നു വരികയും അയാൾ അവിടെ ബോംബ് പൊട്ടിക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. അത് വാർത്തകളായിരുന്നു. ഇദ്ദേഹത്തിന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നതെന്നും ഇദ്ദേഹത്തിന് അത്തരത്തിൽ എന്തെങ്കിലും തീവ്രവാദ ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകളും മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ണുപിടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട്, ഹമാസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ വരുന്നിടത്ത് കമന്റ് ബോക്സുകളിൽ നിറയുന്ന ഒരു കാര്യം, മാർട്ടിൻ എന്ന ക്രിസ്ത്യാനിയെ എന്ന ഭീകരവാദിയെ കുറിച്ച് നിങ്ങൾ എന്താ ഒന്നും പറയാത്തത് എന്നുള്ളതാണ്. അതിനു കൂടി ഒരു ക്ലാരിഫിക്കേഷൻ നൽകുകയാണ്. ഈ മാർട്ടിൻ ഒരു ക്രിസ്ത്യാനിയല്ല. കാരണം എന്താണ്? പത്രമാധ്യമങ്ങളിൽ തന്നെ വളരെ കൃത്യമായിട്ട് മാർട്ടിൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാനൊരു യഹോവ സാക്ഷിയാണ്. ആരാണ് യഹോവ സാക്ഷി വിഭാഗം എന്ന് പറയുന്നത്?
അവര് ക്രിസ്ത്യാനികളല്ല, അവർ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസിന്റെ ഭാഗമല്ല. എന്തുകൊണ്ട്? അവര് ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല. മറിച്ച് അവര് യഹൂദരെ പോലെ യഹോവയെയാണ് ദൈവമായിട്ട് ആരാധിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, പരിശുദ്ധ ത്രിത്വത്തിൽ അവര് യഹോവ സാക്ഷികൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ പരിശുദ്ധ ത്രിത്വമില്ല, കർത്താവ് ഈശോ മിശിഹായെ രക്ഷകനായിട്ട് ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല. ക്രിസ്ത്യാനികൾ ആരാണ്? ക്രിസ്തുവിനെ രക്ഷകനാഥനുമായിട്ട് അംഗീകരിക്കുന്നവരാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. അങ്ങനെയാണ് എങ്കിൽ ഇതുകൂടെ ഒന്ന് പൊളിച്ചെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ പലപ്പോഴും ബിൻലാദനെയും ബാഗ്ദാദിയെയും വരെ വെള്ള പൂശാൻ വേണ്ടി മാർട്ടിനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വിരോധാഭാസമുണ്ട്. അവര് നോക്കുമ്പോ ഒരു മാർട്ടിൻ, കൊള്ളാം, ഒരു ക്രിസ്ത്യാനി ചേട്ടന്റെ പേരാ, എന്നാ പിന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. എന്താണ് ഇതിന് പറയേണ്ടത്? അപ്പൊ ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, ഇവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. അതെന്താണെന്നറിയോ? കാരണം ഈ പത്രമാധ്യമങ്ങളിൽ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്, പിന്നെ പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന പേരുകളിൽ ബഹുഭൂരിപക്ഷവും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പേരാണ്. അപ്പൊ ഇവർക്ക് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ന്യൂട്രലൈസ് ചെയ്യണം. ന്യൂട്രലൈസ് ചെയ്യാൻ അധികം കുറ്റവാളികളായിട്ടുള്ള ക്രിസ്ത്യാനികളെ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളവരെ വെച്ചിട്ട് ക്രിസ്ത്യാനിയുടെ പേരാണെന്ന് തോന്നുന്നവരെയൊക്കെ ക്രിസ്ത്യാനികളാക്കി അവരെല്ലാവരും അങ്ങനെ ഞങ്ങളെ പോലെയാണ്, നമ്മളെല്ലാം സമന്മാരാണ് എന്ന് പറയാനുള്ള ഒരു വ്യഗ്രത ഇതിന്റെ അകത്ത് അജണ്ടയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ രണ്ട് അജണ്ടയാണ് നമുക്കിവിടെ മനസ്സിലാക്കുക. ഒന്ന്, ക്രിസ്ത്യാനികളെല്ലാം മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് വരുത്തി തീർക്കുക. അതായത് എല്ലാ ക്രിമിനലുകളെയും മതപരിവർത്തനം നടത്തി ഈ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരെയൊക്കെ ഈ നാട്ടിലേക്ക് ഇറക്കി വിടുന്നത് ക്രിസ്ത്യാനികളാണെന്ന് വരുത്തി തീർക്കുക. രണ്ട്, ക്രിസ്ത്യാനികൾ ആയിട്ടുള്ളവർ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാണ്, അവര് വലിയ കുറ്റവാളികളാണെന്നുള്ള കാര്യം വരുത്തി തീർക്കുക. മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ജനം ടിവിയിലെ തീവ്രവാദികളുടെ അജണ്ടയാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വിധേനയും ക്രൈസ്തവർ BJP എന്ന രാഷ്ട്രീയ സംവിധാനവുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഈ മൂന്ന് അജണ്ടകളാണ് ഈ വാർത്തകളുടെ പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്നൊന്ന് പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. കർത്താവ് തിരുവചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാനൊരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്ന ഈ സഭ, ഇതിന്റെ സംവിധാനം സത്യമുള്ളതാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും ക്രിസ്തു വിശ്വാസത്തിന്റെ ധാർമ്മികതയിൽ നിലകൊള്ളുന്നു എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും ഈ സത്യം ഞാൻ അറിയാൻ ശ്രമിച്ചു, ഈ സത്യം ഞാൻ പ്രഘോഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ എന്ന് സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റ് ക്രൈസ്തവരും മറ്റു മതസ്ഥരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വിശദമായിട്ട് ഒന്ന് പഠിക്കണം. ഞാൻ ഇതിന്റെ കൂടെ ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്രിസ്ത്യാനികൾ, നമ്മൾ പറയുകയാണ്, ഇവർ പറയുന്നു മതപരിവർത്തനം നടത്തുന്നു ക്രിസ്ത്യാനികളെന്ന്. ക്രിസ്ത്യാനികൾ അത്ര വ്യാപകമായ മതപരിവർത്തനം നടത്തുന്നവരായിരുന്നുവെങ്കിൽ രേഖകൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടം മുതൽ, ആദ്യത്തെ സെൻസസ് മുതൽ ഇന്ന് വരെയും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ വെറും 2.5% മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത് ഇന്ത്യയിൽ മൊത്തം എടുക്കുമ്പോൾ. രണ്ട്, കേരളത്തിലേക്ക് വരുമ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം, അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പെമ്പിള്ളേരെ കുറെ ആൾക്കാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. അത് വേറൊരു വശം. ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് വിശ്വസിക്കാൻ കഴിയുക? രണ്ടാമത്തേത്, ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും തുക്കട പ്രസ്ഥാനമല്ല. അതൊരു വലിയ പാരമ്പര്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്, 2000 വർഷത്തിലെ പാരമ്പര്യമുണ്ട്. കത്തോലിക്ക സഭയിൽ ഓരോ വ്യക്തി സഭകളിലും, ലത്തീൻ സഭ, കേരളത്തിൽ നമ്മൾ കാണുന്ന സീറോ മലബാർ സഭയിലും ലത്തീൻ സഭയിലും മലങ്കര സഭയിലും അവർക്ക് നിയമസംഹിതകളുണ്ട്. വലിയ ഒരു നിയമസംഹിത. ഈ നിയമസംഹിതകൾ ഓരോന്നിലും വളരെ കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് മാമോദീസ നൽകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാമോദീസായ്ക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്, ക്രമമുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം രേഖകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പള്ളിയിലച്ഛൻ കൊടുക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും ഒക്കെ ഗവൺമെന്റിന്റെ രേഖ പോലെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന രേഖകളായിട്ടാണ് സർക്കാർ സംവിധാനങ്ങൾ കാണുന്നത്. അതിന് കാരണം അതിനൊരു ചിട്ടയും ക്രമവും ഉള്ളതുകൊണ്ടാണ്. അത് സർക്കാരിന് അത് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോ കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ പർട്ടിക്കുലർ ലോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ്. ഞാനത് വായിക്കാം. കാനൻ 689 ആർട്ടിക്കിൾ 1 മാമോദീസ നടക്കുന്ന സ്ഥലത്തെ ഇടവക വികാരി ശ്രദ്ധയോടും താമസം കൂടാതെയും മാമോദീസ സ്വീകരിച്ചവർ, കാർമ്മികൻ, മാതാപിതാക്കന്മാർ, തലതൊട്ടവർ എന്നിവരുടെ പേരുകൾ, സാക്ഷികൾ ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ, മാമോദീസായുടെ സ്ഥലവും തീയതിയും ജന്മസ്ഥലവും, മാമോദീസ സ്വീകരിച്ചവർ അംഗങ്ങളായി തീരുന്ന
സ്വയാധികാര സഭ എന്നിവ മാമോദീസ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതായത് ഏതെങ്കിലും ഒരു പള്ളിയിൽ അവിടുത്തെ വികാരിയച്ഛന്റെ അടുത്ത് നിന്ന് മാത്രമേ ഒരു വ്യക്തിക്ക് മാമോദീസ സ്വീകരിക്കാൻ കഴിയൂ. അത് സാധാരണ കുട്ടികളുടെ മാമോദീസ നടക്കുമ്പോൾ മാതാപിതാക്കളുടെ സമ്മതമാണ് അതിനടിസ്ഥാനം. മുതിർന്നവരാണ് എങ്കിൽ, അവർ അന്യമതത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പൂർണ്ണമായ സമ്മതം, അതിന് ഗവൺമെന്റ് പറയുന്ന എല്ലാ നിയമങ്ങളും, പ്രത്യേകിച്ച് അഫിഡവിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് നിർബന്ധമാണ്. ഇനി ഈ കത്തോലിക്ക സഭയിലെ ആരും ഓടി നടന്നിട്ട് നിങ്ങൾ മാമോദീസ സ്വീകരിക്കുക എന്ന് പറയുന്നില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ അത് സഭയുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒരാൾ മാറിയാൽ അയാൾ സഭയുടെ ബാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഏതെങ്കിലും ഒക്കെ കൊടും കുറ്റവാളികള് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു വരുമ്പോ ഓടിച്ചെന്നിട്ട് മാമോദീസ കൊടുക്കുന്ന പരിപാടി കത്തോലിക്ക സഭയിൽ ഇല്ല. അതിന് നിയതമായിട്ടുള്ള രൂപങ്ങളുണ്ട്. 6 മാസത്തിന് കൂടുതൽ അവർക്ക് മതപഠനം നടത്തണം. എന്നിട്ട് ഈ വികാരിയച്ഛന് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടാകണം. ഈ വ്യക്തി കൃത്യമായിട്ട് ക്രിസ്തുവിനെ അറിഞ്ഞു, അവന് സഭ എന്താണെന്ന് മനസ്സിലാക്കി. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇയാളുടെ അഫിഡവിറ്റ്, ഒരു നോട്ടറി അറ്റസ്റ്റ് ചെയ്ത വക്കീല് നൽകുന്ന അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപതയിലേക്ക് പോവുകയും അവിടെ അഭിമന്യ മെത്രാൻ ഈ രേഖകളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് ഈ അച്ഛന്, ഈ പറയുന്ന വികാരി അച്ഛന് ഈ മാമോദീസ നടത്താനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുള്ളൂ. ഇത് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഇവിടെയുള്ള മതപരിവർത്തന കേന്ദ്രങ്ങൾ, വേറെ പല മതപരിവർത്തന കേന്ദ്രങ്ങളുണ്ടല്ലോ. PFI പിടിച്ചു കൂട്ടിയ കാലത്ത് ഇവിടെ പല മതപരിവർത്തന കേന്ദ്രങ്ങളും അടച്ചുപൂട്ടിയിട്ടുണ്ട്, ഗവൺമെന്റ് പൂട്ടിച്ചിട്ടുണ്ട്. അതുപോലെ അല്ല ഈ നമ്മളുടെ സംവിധാനം പ്രവർത്തിക്കുന്നത്, കത്തോലിക്ക സഭയുടെ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടെയുള്ള പൊതുസമൂഹം തിരിച്ചറിയണം. ആ ഒരു ബോധ്യം ഉണ്ടാകണം. ഞാനിത് പറയുന്നത് സത്യം ജനങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. കത്തോലിക്ക സഭയിൽ അതിലെയും ഇതിലെയും പോകുന്ന രീതിയല്ല ഉള്ളത്. ആർക്കും എന്തും വന്ന് ചെയ്യാവുന്ന സ്ഥലമല്ല കത്തോലിക്ക സഭ. അതിന് നിയതമായിട്ടുള്ള രൂപമുണ്ട്, ഭാവമുണ്ട്, അതിനൊരു ധാർമ്മിക മൂല്യമുണ്ട്, നിയമസംഹിതകളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ചട്ടക്കൂടുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കണം. ഈ കുറ്റിക്കലച്ചൻ എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക പുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ സംവിധാനമായിട്ടുള്ള ആകാശപ്പറവുകളുടെ കൂട്ടുകാർ എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക സഭയുടെ സംവിധാനമാണ്. ആ സംവിധാനം കത്തോലിക്ക സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചേ പ്രവർത്തിക്കൂ. അങ്ങനെ ഈ പറയുന്ന ഗോവിന്ദസ്വാമി എന്ന് പറയുന്നയാള് മാമോദീസ മുക്കിയിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ ഈ പള്ളികളിലെ രേഖകൾ പരിശോധിച്ച് അത് കണ്ടെത്തിക്കൊണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ അംഗീകരിക്കാം അദ്ദേഹം മാമോദീസ മുങ്ങിയിട്ടുണ്ട് എന്ന്. പക്ഷെ പോലീസ് വളരെ കൃത്യമായിട്ട് പറയുന്നു ഇതൊരു ഫേക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ഇനി എന്റെ ചോദ്യം എന്താണെന്നറിയോ? ഇനി എന്റെ ചോദ്യം, മനോരമ പത്രം മാപ്പ് പറയുമോ എന്നുള്ളതാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം വായിക്കുന്ന ക്രിസ്ത്യാനികളുടെ പത്രം എന്ന് പറയുന്ന മനോരമ പത്രം തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് മാപ്പ് പറയുമോ? ജനം TV എന്ന് പറയുന്ന BJPയുടെ മാധ്യമ സംവിധാനം തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് മാപ്പ് പറയുമോ? നിങ്ങൾ സത്യം തിരിച്ചറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്ത് നിങ്ങൾ മാപ്പ് പറയും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാൻ നിൽക്കുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ നിയമ നടപടികളിലേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വരും എന്ന കാര്യവും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാനൊരു പാവപ്പെട്ട വൈദികനാണ്. എനിക്ക് നിയമ നടപടിയിലേക്ക് കടക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ക്രിസ്ത്യാനികളാണെന്ന് ഉത്തമ ബോധ്യമുള്ള, അഭിമാന ബോധമുള്ള വക്കീലന്മാരും നല്ല ക്രിസ്ത്യാനികളാണെന്ന് സ്വയം ധരിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്തുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. നന്ദി. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കണം. ഇപ്പോൾ പണ്ട് മദർ തെരേസ ആയി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി മദർ തെരേസ ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ യൂറോപ്പിൽ നിന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരു സ്ത്രീ, ഇവിടെ സർവീസ് ചെയ്തൊരു സ്ത്രീ അതിനുള്ളിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇതാ, ഒരു സമയത്ത് മദർ തെരേസയും സിസ്റ്റർമാരും കൂടെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഓടയിൽ നിന്ന് ഒരു മനുഷ്യൻ ഞരങ്ങുന്ന ശബ്ദം കേട്ടു. അപ്പോൾ അവർ അവിടേക്ക് ചെന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ അങ്ങ് പുഴുവരിച്ച് ഒന്നുമില്ലാതെ കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവിടുന്ന് മദർ ഇയാളെ ഇങ്ങ് വാരിയെടുത്തു തോന്നുന്നു. വാരിയെടുത്തപ്പോൾ അയാളുടെ ഈ പുറം ഭാഗം മൊത്തം അടർന്ന് താഴ്വി, അതുപോലത്തെ അവസ്ഥ കിടക്കും. അയാളെ മടത്തി കൊണ്ടുവന്നു, അയാളെ ശുശ്രൂഷിച്ചപ്പോൾ അയാൾ വളരെ ദയനീയമായിട്ട് സിസ്റ്ററോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നോട്? കാരണം ഇങ്ങനെ കിടക്കുന്ന എന്നോട് നിങ്ങളിത് എന്തിനാണ് ഇത്ര കരുണ കാണിക്കുന്നത്, എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം മദർ പറഞ്ഞു, നിങ്ങളിൽ ഞാൻ എൻ്റെ കർത്താവിനെയാണ് കാണുന്നത് എന്ന്. എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയിൽ ഇപ്പോൾ കുറ്റിക്കലച്ചനുള്ള അടക്കമുള്ള ആളുകൾ ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇതാണ്. ഈ മരിക്കാനായ മനുഷ്യനെ, ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകളെ, ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയെല്ലാം
കൺവേർട്ട് ചെയ്ത് കൺവേർഷൻ്റെ കണ്ണിലൂടെ മാത്രം കാണാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു വികാരം എന്ന് പറയുന്നത് എത്രത്തോളം ദയനീയവും നീചവുമാണ് എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ പഠിച്ച സംസ്കാരത്തിലൊന്നും അതില്ല. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് അത് ചിന്തിക്കുന്നവർ തന്നെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതിനോട് കൂടെ ഒരു കാര്യം കൂടെ പറയാം. അത് ഈ വായിക്കുന്ന പുസ്തകത്തിന്റെ ഗുണമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഡാനിയൽ പൂർണ്ണത്തിലച്ചൻ പറയും, നമ്മൾ വചനം വായിക്കുമ്പോൾ വചനം നമ്മളെ വായിക്കുന്നുവെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഈ ചാരിറ്റി ശുശ്രൂഷ, ഈ ശുശ്രൂഷകളുടെ അടിസ്ഥാനം കിടക്കുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-36 വാക്യങ്ങളാണ്. ഈശോ ഇപ്രകാരം പറയുകയാണ്, എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് ഈശോ പറയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. അതല്ലാതെ വിശ്വാസിക്കാത്തവരെ കൊന്നുകളയാൻ ഇവിടെ ക്രിസ്തു വിശ്വാസം പഠിപ്പിക്കുന്നില്ല, ബൈബിള് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ശത്രുവിനെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈ ക്രിസ്തീയത അവർക്ക് ഇതൊക്കെ നാട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുക. ക്രിസ്ത്യാനികൾ ഇവിടെ എന്താണ് ചെയ്തത്? യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാമൂഹിക പരിവർത്തനം നടത്തിയവരാണ് ക്രിസ്ത്യാനികൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ. ഞാൻ ഇതിന്റെ കൂടെ പറയാം, ഈ ഇപ്പോഴും കൊട്ടിയൂര് ജനറൽ ഹോസ്പിറ്റലിന്റെ അകത്ത് ഒരു കോൺവെന്റ് ഉണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും തീവ്രവാദികൾ സർക്കാർ സംവിധാനത്തിന്റെ അകത്ത് കോൺവെന്റ് ഉണ്ടെന്ന് പറഞ്ഞു വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് അതൊരു ചരിത്രത്തിന്റെ അവശേഷിപ്പാണ്, തിരുശേഷിപ്പാണ്. ഈ വസൂരി പടർന്നു പന്തലിച്ച കാലത്ത് ഈ ജനങ്ങൾ മുഴുവൻ മരിച്ചു വീഴുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ രാജാവ് ബെൻസിംഗർ എന്ന് പറയുന്ന മെത്രാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഇവരെ രക്ഷിക്കും? അപ്പോൾ ഈ രാജാവ് ബെൻസിംഗർ മെത്രാനോട് സഹായം ചോദിച്ചതിന്റെ ഫലമായി ഇദ്ദേഹം സ്പെയിനിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുകയും അവിടെ ചെന്ന് ഹോളി ക്രോസ് സന്യാസിനി സമൂഹത്തിലെ ഏതാനും സിസ്റ്റേഴ്സിനോട് സഹായം അഭ്യർത്ഥിക്കുകയും, അവര് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നവരായിരുന്നു, നഴ്സസ് ആയിരുന്നു, അവരെ കേരളത്തിലേക്ക് എത്തിക്കുകയും അവരുടെ ശുശ്രൂഷ ഏറ്റാണ് ഇവിടുത്തെ വസൂരി ഇല്ലാതായത്. പിന്നീട് ഈ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് ആളുകൾ കൂടുതൽ കടന്നു വരാൻ കാരണം ഈ സിസ്റ്റേഴ്സ് നടത്തിയ സ്ഥാപനങ്ങളിലൂടെയാണെന്നുള്ളതാണ് ചരിത്രം. ഈ ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ കൊട്ടിയത്ത് നമുക്കിത് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ നമ്മളുടെ ചരിത്രമൊക്കെ ഇങ്ങനെ നമസ്കരിച്ച് ഇവിടെ ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാരുടെ കാല് നക്കിയവരായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതവും ജീവനും സ്വത്തും വ്യയം ചെയ്തിട്ടാണ് ഈ കേരളത്തെ, ഈ ഭാരതത്തെ ഈ നിലയിലാക്കിയത് എന്നുകൂടി ഈ തെറ്റിങ്ങനെ പടച്ചു വിടുന്നവർ മനസ്സിലാക്കണമെന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും സത്യം അത് എത്ര മറച്ചു വെച്ചാലും ഒരു ദിവസം അത് മറ നീക്കി പുറത്തു വരും. അത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ധീരതയുള്ള ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിൽ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി കേട്ടതാണ്. സെബിനച്ചൻ വളരെ കൃത്യമായി തന്നെയാണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇതിൻ്റെ അവസാനം ഒരു കാര്യം മാത്രമേ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളൂ. മാധ്യമ പ്രവർത്തനം അത് ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഒരു 4-ാം തൂണാണ് എന്നാണ് പറഞ്ഞു വെക്കാറുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട്, സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ആ 4-ാമത്തെ തൂണ് തുരന്നു തിന്ന് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് വളരെ മോശമാണ് എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഈ വളച്ചുകെട്ടാതെ എന്നുള്ള പ്രോഗ്രാം, സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് എന്ന ഈ വളച്ചുകെട്ടാതെ എന്ന പ്രോഗ്രാം അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് പിന്നീടും കണ്ടുമുട്ടാം.